ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 സ്കീമിലെ S3 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ മൊഡ്യൂൾ 1 ആണ്. ഫോറിയർ ഇൻ്റഗ്രൽ ആണ് പ്രധാനപ്പെട്ട ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക് ഫോറിയർ ഇൻ്റഗ്രൽ ആണ്. അതിൽ തന്നെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന രണ്ട് സബ് ടോപ്പിക്കും കൂടി വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ ആ 3 ടോപ്പിക്കും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫോറിയർ ഇൻ്റഗ്രൽ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യാം. ആ ഫംഗ്ഷന്റെ ഫോറിയർ ഇൻ്റഗ്രൽ എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, അതായത് എ ഓഫ് ഒമേഗ ദെൻ ബി ഓഫ് ഒമേഗ. എ ഓഫ് ഒമേഗയുടെ കൂടെ കോസ് ഒമേഗ എക്സ് ആണ്, ബി ഓഫ് ഒമേഗയുടെ കൂടെ സൈൻ ഒമേഗ എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. അതിൽ എ ഓഫ് ഒമേഗ നമുക്ക് എങ്ങനെ കിട്ടും? തന്നിരിക്കുന്ന സിഗ്നൽ വെച്ചിട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എ ഓഫ് ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി ആൻഡ് ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി സൈൻ ഒമേഗ വി ഡി വി. അതായത് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. രണ്ട് ഫംഗ്ഷൻ അല്ല, തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കാണാൻ എഫ് ഓഫ് വിനെ, അത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ കോസ് ഒമേഗ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എ ഓഫ് ഒമേഗ കിട്ടും. നമുക്ക് സൈൻ ഒമേഗ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഓഫ് ഒമേഗയും കിട്ടും. ക്ലിയർ? ഈ ഇക്വേഷൻ നല്ലോണം പഠിക്കണം. ഇത് വെച്ചാൽ ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നോക്കാം. നമുക്കൊരു തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു പോയിന്റിൽ വെച്ച് ഡിസ്കണ്ടിന്യൂസ് ആയി നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഫോറിയർ ഇൻ്റഗ്രലിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ആവറേജ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, അതായത് എല്ലാ പോയിന്റിൽ ഇപ്പോൾ സെഡ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയി എന്നുണ്ടെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണുക. എന്നിട്ട് അതിന്റെ വാല്യൂസിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കണ്ടിന്യൂസ് പോയിന്റിലുള്ള ഫോറിയർ ഇൻ്റഗ്രലിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്കത് പ്രോബ്ലത്തിൽ വരും, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഫോറിയർ ഇൻ്റഗ്രലിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷനും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. Find the Fourier integral representation of the function f of x equal to 1 if mod x less than 1 equal to 0 if mod x greater than 1. അതായത് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന ഫംഗ്ഷനെ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. മോഡ് എക്സ് ലെസ് ദാൻ 1ൽ അതിൻ്റെ വാല്യൂ 1 ആണ്. വാട്ട് ഈസ് മോഡ് എക്സ് ലെസ് ദാൻ 1? അതായത് മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -1നും 1നും ഇടയിൽ അതിൻ്റെ വാല്യൂ 1 ആണെന്നാണ് മീനിങ്. അതായത് നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ മോഡ് എക്സ് ലെസ് ദാൻ എ എന്നാണെങ്കിൽ -a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്നാണ് അതിൻ്റെ മീനിങ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അതായത് എക്സ് എന്ന് പറയുന്ന വാല്യൂ -1നും 1ന്റെയും ഇടയിലാണെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്. ഈ വാല്യൂ 1 ആണ്. ദെൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ആ +1നും പ്ലസ് പോസിറ്റീവ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയുടെ ഇടയിൽ അതിന്റെ വാല്യൂ 0 ആണ്. -1നും -ഇൻഫിനിറ്റിയുടെ ഇടയിൽ അതിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ കാണണമെങ്കിൽ ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും അൺനോൺ ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും കണ്ടുപിടിക്കാം. അപ്പോൾ എ ഓഫ് ഒമേഗ എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി. ഇത് വി എന്ന് പറയേണ്ട ഒരു ഡമ്മി വേരിയബിൾ ആണ്. ഏത് വേരിയബിൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ എഴുതിയെന്ന് മാത്രം. ദെൻ എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റില് നമുക്ക് എന്താ വരുന്നത്? -1 to 1ലാണ് ഫംഗ്ഷൻ ഉള്ളത്. ബാക്കിയുള്ള എക്സിന്റെ വാല്യൂസിലെല്ലാം ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് -ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്നുള്ളത് എങ്ങോട്ട് മാറും? -1 to +1 ആയിട്ട് മാറും. അവിടെ കറസ്പോണ്ടിങ്ങിലി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. കണ്ടോ, മോഡ് എക്സ് ലെസ് ദാൻ 1ലെ വാല്യൂ 1 ആണ്. That is 1/π integral -1 to 1 into cos omega v dv. ഇനി ഇന്റഗ്രൽ കോസ് എന്താണ്? പ്ലസ് സൈൻ ഒമേഗ വി ആണ്. വിത്ത് റെസ്പെക്ട് ടു വി ആയ കാരണം വിയുടെ കോഎഫിഷ്യന്റ് താഴെ എഴുതണം. അപ്പോൾ സൈൻ ഒമേഗ വി ഡിവൈഡഡ് ബൈ ഒമേഗ വിത്തിൻ ദ ലിമിറ്റ് -1 to 1.
Then limit apply ചെയ്യാണ്. Upper limit minus lower limit. Sin omega minus sin omega into minus 1 വരും. That is sin of minus omega. നമുക്കറിയാം sin of minus theta എന്ന് പറഞ്ഞാൽ minus sin theta ആണ്. അപ്പോൾ sin omega plus sin omega equal to 2 sin omega വരും. That is a of omega എന്ന് പറഞ്ഞാൽ 1 by pi omega into 2 sin omega. അപ്പോൾ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിലെ a of omega നമുക്ക് കിട്ടി. ഇനി നമുക്ക് b of omega വേണം. b of omega എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? 1 by pi integral minus infinity to infinity f of v sin omega v dv. അതായത് a of omegയിലെ ഫംഗ്ഷന്റെ കൂടെ cos ആണ്, b of omegയിലെ ഫംഗ്ഷന്റെ കൂടെ sin ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. ബാക്കി ലിമിറ്റും 1 by pi എല്ലാം സെയിം ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. Then 1 by pi integral minus 1 to 1 into sin omega v dv. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇന്റഗ്രൽ minus a to a f of x dx equal to 0 if f of x is an odd function. അതായത് ലിമിറ്റ് ശ്രദ്ധിക്കുക. ഇന്റഗ്രേഷന്റെ ലിമിറ്റ് minus a to plus a, അതായത് ഇപ്പോൾ minus 1 to plus 1 അല്ലെങ്കിൽ minus pi to plus pi, അങ്ങനെ ഒരേ വാല്യൂന്റെ തന്നെ മൈനസും പോസിറ്റീവും ഇന്റഗ്രേഷനിൽ വരികയാണ്. എന്നിട്ട് f of x dx ആണെങ്കിൽ f of x ഓഡ് ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും. നമുക്കറിയാം സൈൻ ഒമേഗ, സൈൻ ഫംഗ്ഷൻ ഓഡ് ആണ്, അതേസമയം കോസ് ഫംഗ്ഷൻ ഈവൻ ആണ്. എങ്ങനെയാണ് ഓഡും ഈവനും തിരിച്ചറിയാം? f of x equal to minus of f of minus x ആവുമ്പോഴാണ് ഓഡ് ഫംഗ്ഷൻ ആവുക. ഞാൻ അതിൽ അടുത്ത ഈ പ്രോബ്ലം കഴിഞ്ഞാൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക, സൈൻ ഒമേഗ എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ഈ വാല്യൂ മൊത്തം 0 ആയി പോകും. b of omega 0 ആയി. അപ്പം നമുക്ക് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആവശ്യമുള്ള a ഒമേഗയും b of omegയും കണ്ടുപിടിച്ചു. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. That is integral 0 to infinity 2 pi omega sin omega. That is ഇത്രയും a of omega ആണ് into cos omega x plus 0. b of omega 0 ആണ്. അപ്പോൾ ഇത് മൊത്തം 0 ആയി പോയി into d omega. അപ്പോൾ ഒന്നും കൂടി 2 by pi with respect to omega ആണല്ലോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 by pi കോൺസ്റ്റന്റ് ടേം ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ 0 to infinity cos omega x sin omega by omega d omega. ഇതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ given f of x. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Find the Fourier integral representation for f of x equal to 1 minus x square for mod x less than or equal to 1 equal to 0 for mod x greater than 1. ഇപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. mod x less than or equal to 1 ലെ 1 minus x square ആണ്, mod x greater than 1 ലെ 0 ആണ്. അപ്പോൾ നമുക്കറിയാം ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതണമെങ്കിൽ a of omegയും b of omegയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് a of omega കാണാം. a of omega എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by pi integral minus infinity to infinity given function into cos omega v dv. അപ്പോൾ f of v ആകുമ്പോൾ 1 minus x square ഞാൻ v square എന്ന് എഴുതും, അത്രയേ ഉള്ളൂ. v ഒരു ഡമ്മി വേരിയബിൾ ആണ്. അപ്പോൾ 1 minus v square cos omega v dv. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇവിടെ നോക്കൂ, -1 to 1 വന്നു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ -a to a f of x dx equal to 0 ആണെന്ന്. പക്ഷെ ഇത് ഓഡ് ആണോ ഈവൻ ആണോ നമുക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ കോസ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞു, ഈവൻ ഫംഗ്ഷൻ ആണ്. ഇനി ഇത് ഓഡ് ആണോ ഈവൻ ആണോ നോക്കണം. f of v equal to 1 minus v square ആണ് f of v. അതിന്റെ f of minus v എന്തായിരിക്കും? അതും 1 minus v യുടെ അവിടെ മൈനസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ minus v the whole square, അത് പ്ലസ് v square തന്നെയല്ലേ വരിക. അപ്പോൾ 1 minus plus v square എന്ന് പറഞ്ഞാൽ 1 minus v square തന്നെ. അതായത് f of v equal to f of minus v. ഇത് ഈവൻ ഫംഗ്ഷന്റെ കണ്ടീഷൻ ആണ്, അത് സാറ്റിസ്ഫൈ ചെയ്തു. അതായത് 1 minus v square എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് ഈവൻ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഈവൻ ആണ്, ഇതും ഈവൻ ആണ്. അപ്പോൾ ഈവൻ ഇൻറ്റു ഈവൻ പ്രൊഡക്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഈവൻ ഫംഗ്ഷനും ഒരു ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താവും? -a to a f of x dx എന്ന് പറഞ്ഞാൽ 2 into integral 0 to a f of x dx ആവും. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ മൊത്തത്തിൽ, ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ മൊത്തത്തിൽ 0 ആയി പോവും. അതേസമയം ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 2 into integral 0 to a f of x dx എന്നാവും. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? -1 to 1 ഇന്റഗ്രൽ എന്നുള്ളത് 2 times integral 0 to 1 സെയിം ഫംഗ്ഷൻ 1 minus v square cos omega v dv.
ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യാം. അപ്പോൾ 2/π അങ്ങനെ തന്നെ എഴുതി. ദെൻ 1 - v സ്ക്വയർ അതേപോലെ എഴുതി. കോസ് ഒമേഗനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് സൈൻ ഒമേഗ വി ബൈ ഒമേഗ വരും മൈനസ്. ഇനി ഇതിങ്ങനെ പോളിനോമിയൽസ് ആണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യാതെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും എടുക്കാൻ അറിയണം. അതറിയാലോ, ഐലൈറ്റ് എന്ന് പറയുന്ന ഒരു സൂത്രം ഉണ്ടല്ലോ. ഐലൈറ്റിൽ ആ ഫസ്റ്റത്തെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ആണ്. ഐ എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷൻ, എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് ഫംഗ്ഷൻ, ടി എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. നമുക്കിവിടെ ഉള്ളത് എന്താ? ഐ ലേറ്റിലെ എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രിക് ഫംഗ്ഷൻ ആണ് 1 - v സ്ക്വയർ. ദെൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് കോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 1 - v സ്ക്വയർ, അതായത് ലോഗരിതമിക് ഓൾജിബ്രിക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷനും 1 - v സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനും കോസ് ഒമേഗ വി എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായിട്ട് വന്നു. അപ്പോൾ ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ എഴുതുക, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ആണ് ഫസ്റ്റത്തേൽ, അടുത്തത് ഇവിടെ മൈനസ് കൊടുക്കുക. ദെൻ ഈ ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 - v സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? -2v. ദെൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് കോസ് ഒമേഗ വി ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് -2vനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? -2 മൈനസ് കോസ് ഒമേഗ വി ബൈ ഒമേഗ സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് സൈൻ ഒമേഗ വി ബൈ ഒമേഗ ക്യൂബ്. ഈ ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് വന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വിട്ട് കളയരുത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അതായത് കോസ് ഒമേഗ വിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ വി ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു വി അല്ലേ ചെയ്യുന്നത്. അപ്പോൾ വിയുടെ കോഎഫിഷ്യന്റ് ഒമേഗ താഴോട്ട് വന്നു. മൈനസ് 1 - v സ്ക്വയറിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -2v, സൈൻ ഒമേഗ വി ബൈ ഒമേഗനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ഒമേഗ വി ബൈ ഒരു ഒമേഗ വരും. ഓൾറെഡി ഒരു ഒമേഗ ഉണ്ട്, ആ ഒമേഗയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ ആവും. ഇവിടെ മൈനസ് സൈൻ ആയിരുന്നു, അപ്പോൾ ഇവിടെ പ്ലസ്. അടുത്തത് ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് അങ്ങനെ പോകും. പ്ലസ് -2vനെ ചെയ്താൽ -2 വരും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ. ദെൻ മൈനസ് കോസ് ഒമേഗ വിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് കോസിനെ ചെയ്താൽ സൈൻ ആണ്, ആ മൈനസ് ഓൾറെഡി ഉള്ള കാരണം മൈനസ് സൈൻ ഒമേഗ വി ബൈ ഒമേഗ. ഓൾറെഡി ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്, ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ക്യൂബ് ആവും. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ലിമിറ്റ് 0 to 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 - 1 ഇത് 0 ആയി പോകും. അപ്പോൾ ഈ ടൈം മൊത്തത്തിൽ 0 ആയി. ദെൻ -2 ഇൻറ്റു വി കോസ് ഒമേഗ ഇൻറ്റു 1 പറഞ്ഞാൽ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഈ മൈനസും പ്ലസ് ആവും. -2 കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ മൈനസും ഉണ്ട്, അത് പ്ലസ് ആവും. 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് വരും. ഓക്കെ, ഇനി ഇതിപ്പോൾ അപ്പർ ലിമിറ്റ് ആണ് നമ്മൾ കൊടുത്തത്. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 ആണ്, സൈൻ 0 ആണ്. അപ്പോൾ ഈ ടേമും 0 ആയി പോകും. പിന്നെ ഇവിടെ വിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേമും 0 ആവും. അതായത് ലോവർ ലിമിറ്റ് മൊത്തത്തിൽ 0 ആയി പോകും, അപ്പർ ലിമിറ്റിന്റെ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഇവിടെ 2 കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്ത് 2 × 2 4/π സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. എങ്ങനെ ഇവിടെ ഒമേഗ വന്നു? ഇവിടെ താഴെ LC എടുത്താൽ മതി. ഇവിടെ നോക്കൂ, ഒമേഗ സ്ക്വയറും ഒമേഗ ക്യൂബും ആണ്. അപ്പോൾ ഒമേഗ ക്യൂബ് ആയിരിക്കും LC ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഒമേഗ സ്ക്വയർ ആയ കാരണം ഇവിടെ ഒരു ഒമേഗ കൂടി വന്നാലാണ് ഇവിടെ ഒമേഗ ക്യൂബ് LC എടുക്കുന്നത്. അപ്പോൾ ഇവിടെ -2 ഒമേഗ കോസ് ഒമേഗ പ്ലസ് 2 സൈൻ ഒമേഗ. അപ്പോൾ ഈ 2 നമ്മൾ ഓൾറെഡി പുറത്തേക്ക് എടുത്തിരുന്നു. ദെൻ സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് വരും. ഇനി നമുക്ക് അപ്പോൾ A ഓഫ് ഒമേഗയുടെ വാല്യൂ കിട്ടി. ഇനി B ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് 1/π ഇന്റഗ്രൽ -∞ to ∞ f of e സൈൻ ഒമേഗ വി dv ആണ്. f of e എന്ന് പറഞ്ഞാൽ 1 - v സ്ക്വയർ ആണ്, സൈൻ ഒമേഗ. നമുക്കറിയാം 1 - v സ്ക്വയർ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്, നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സൈൻ നമുക്ക് ഓടാന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഓഡ് ഫംഗ്ഷനെ -1 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഇക്വേഷൻ ഇന്റഗ്രൽ -a to a f of x dx equal to 0 when f of x is odd. ക്ലിയർ? അപ്പോൾ A ഓഫ് ഒമേഗയ്ക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി, B ഓഫ് ഒമേഗ 0 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഫോറിയർ ഇന്റഗ്രലിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. അപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിലോട്ട് A ഓഫ് ഒമേഗ 4/π കൊടുത്തു, സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് ഇൻറ്റു കോസ് ഒമേഗ എക്സ്. B ഓഫ് ഒമേഗ 0 ആണ്. അപ്പോൾ 4/π ഔട്ട്സൈഡ് എടുത്തപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ലാസ്റ്റ് ഇങ്ങനെ വന്നു. ഓക്കെ,
ഇതാണ് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈവൻ ഓഡ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ ഫംഗ്ഷൻ കിട്ടും. ഓടും മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൻ വരും. ഈവനും ഓടോ ഈവനോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഫംഗ്ഷൻ വരും. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് ആണെങ്കിൽ ഈവൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഓഡ് ആണ്. ഓക്കെ, അത് കോസ് എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്, സൈൻ എന്ന് പറഞ്ഞാൽ ഓഡ് ആണ്. ബാക്കിയുള്ള ഫംഗ്ഷൻസ് അതെങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് മൈനസ് എക്സ്. ട്രിഗ്നോമെട്രിയിൽ നമുക്കറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റയാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. എഫ് ഓഫ് എക്സും കോസ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സും കോസ് എക്സ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആയി വന്നപ്പോൾ അത് ഈവൻ ആയി. സൈനിന്റെ കേസിൽ എന്താ? സൈൻ എക്സും സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഓഡ്. മൈനസ് എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഓഫ് മൈനസ് എക്സ് ഉണ്ട് കേട്ടോ. അവിടെ മൈനസ് എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻസ് തന്നെ ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് എ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ഫോർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 where a greater than 0 and e raised to minus ax for x greater than or equal to 0 and a less than 0. അപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ലെസ് ദാൻ 0ലും ഗ്രേറ്റർ ദാൻ 0ലും വേറെ വാല്യൂസ് ആണ് ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ ഈ കോളത്തിൽ കാണിച്ചിട്ടുള്ള ഫോർമുലയാണ്. ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ് ആണ്. സിമിലർലി ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രേഷന്റെ ഈ റിസൾട്ട് നല്ല ഉപകാരമാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ എ ഓഫ് ഒമേഗ ആദ്യം എന്താണെന്ന് നോക്കാം. എ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി ആണ്. ദെൻ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു 0 എക്സ് ലെസ് ദാൻ 0 ഒരു വാല്യൂ, ഗ്രേറ്റർ ദാൻ 0 വേറെ വാല്യൂ ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് വി എന്താണ്? ഇ റേസ് ടു എ എക്സിന്റെ അവിടെ ഇ റേസ് ടു എ ഇൻറ്റു വി കോസ് ഒമേഗ വി ഡി വി പ്ലസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി പോസിറ്റീവ് സൈഡിലെ ഇ റേസ് ടു മൈനസ് എ എക്സ് ആണ്. 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് കോസ് ഒമേഗ വി ഡി വി. അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ ഈ ഇപ്പൊ ഇതിൽ നോക്കൂ, മൈനസ് ഇൻഫിനിറ്റി ടു 0 ഫസ്റ്റ് ഇന്റഗ്രേഷൻ നോക്കൂ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് അല്ലേ? ഇതെന്ന് പറഞ്ഞാലോ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ആണോ? അല്ല, ഇ റേസ് ടു മൈനസ് എ വി കോസ് ഒമേഗ. രണ്ടിലും ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം. അപ്പോൾ 1/π ഇന്റഗ്രൽ 0 മൈനസ് 0. അപ്പോൾ ഇ റേസ് ടു എ വി കോസ് ഒമേഗ വിനെ എങ്ങനെ എഴുതും? ഇ റേസ് ടു എ വി ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ ബി എക്സ് എന്നുള്ളിടത്ത് ഇവിടെ ഒമേഗ വി അല്ലേ? ബി ഈക്വൽ ടു ഒമേഗയാണ്, എ ഈക്വൽ ടു എ തന്നെയാണ്. അപ്പോൾ ഇ റേസ് ടു എ വി ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. പിന്നെ എന്താ വരിക? എ കോസ് ഒമേഗ ബി എക്സ് കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്, ദാറ്റ് ഈസ് എ കോസ് ഒമേഗ ബി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ ബി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പ്രഷനിൽ ക്വസ്റ്റ്യനിൽ എ എന്താണ് ബി എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ തെറ്റില്ല. ഇക്വേഷൻ നോക്കി എഴുതുമ്പോൾ തെറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബിയുടെ സ്ഥാനത്ത് എക്സ് എഴുതാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരും. അതുകൊണ്ടാണ് എ എന്താണ് ബി എന്താണെന്ന് സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നോക്കിയിട്ട് എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ തെറ്റില്ല. പ്ലസ് പിന്നെ ഈ ഇന്റഗ്രേഷൻ ഇത് തന്നെയാണ് ഇക്വേഷൻ. ഇവിടെ പ്ലസ് എ എക്സിന് പകരം മൈനസ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എയുടെ അവിടെയൊക്കെ മൈനസ് വരും. അപ്പോൾ ഇവിടെ ഇ റേസ് ടു മൈനസ് എ വി ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എ കോസ് ബി എക്സ് മൈനസ് എ കോസ് ഒമേഗ വി പ്ലസ് ഒമേഗ സൈൻ ഒമേഗ വി. എന്നിട്ട് ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി കൊടുക്കുക. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഏതിനാ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്? അത് തെറ്റിക്കരുത്. വിത്ത് റെസ്പെക്ട് ചെയ്താ വി കൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിയുടെ വാല്യൂസിനാണ് 0 കൊടുക്കുന്നത്. അപ്പോൾ ഇ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 1 വരും അല്ലേ? കോസ് 0 1 ആണ്, സൈൻ 0 അതേ സമയം 0 ആണ്. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/π എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ദെൻ പ്ലസ് 1/π അതേപോലെ എഴുതി. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് വരും?
എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ 1/π. ഇവിടെ എന്താ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയി പോകും. അപ്പോൾ ഈ മൊത്തം ടേം 0 ആയി പോകും. ദെൻ ഈ വിക്ക് നമ്മൾ 0 കൊടുക്കുമ്പോഴോ 1 വരും. ഇ റേസ് ടു 0 1 വരും. അപ്പോൾ 1 ഇ റേസ് ടു 0 1 വന്നു. ദെൻ മൈനസ് എ കോസ് 0 1 ആണ്. സൈൻ 0 എന്താ 0 ആണ്. അപ്പോൾ ഈ ടേം ഇല്ല. അപ്പോൾ ഈ മൈനസ് എയും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിലെ മൈനസും ചേർന്ന് ഇവിടെ പ്ലസ് ആവും. 1/π എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആവും. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് മൊത്തത്തിൽ 0 ആയി പോകും കേട്ടോ. കാരണം വിക്ക് 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ഇൻറ്റു ആണ്. 0 ഇൻറ്റു ഈ ടൈം വന്നാൽ 0 ആണ്. അപ്പോൾ ഇവിടെ അറിയേണ്ട വേറൊരു ഇതാണ്, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അതേസമയം ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1/π കോമൺ ആണ്. രണ്ടും ഒരേ വാല്യൂ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് സിംപ്ലി ഇത് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2a ബൈ പൈ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് എ ഓഫ് ഒമേഗയ്ക്ക് എക്സ്പ്രഷൻ കിട്ടി. ഇനി നമുക്ക് ബി ഓഫ് ഒമേഗ കാണണം. ബി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസമുള്ളൂ, എഫ് ഓഫ് ഇയുടെ കൂടെ സൈൻ ഒമേഗ ബി വരും. എന്നിട്ട് നമ്മൾ നോക്കുക, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു പ്രോപ്പർട്ടി, ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 1/π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ഇ റേസ് ടു എ വി സൈൻ ഒമേഗ വി ഡി വി പ്ലസ് 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ വി സൈൻ ഒമേഗ വി ഡി വി. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് അവിടെ സൈനിന്റെ ഇക്വേഷൻ ആണ്, റിസൾട്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇ റേസ് ടു എ ബി ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ വി മൈനസ് ഒമേഗ കോസ് ഒമേഗ വി വരും. സൈനിന്റെ കേസിൽ ഇവിടെ മൈനസ് ആവും. പിന്നെ സൈനിന്റെ ടേം ആണ് ആദ്യം എഴുതുക. ഇ റേസ് ടു എ വി ഇന്റഗ്രൽ ഇ റേസ് ടു എ വി സൈൻ ഒമേഗ വി ഡി വി ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് സൈൻ ഒമേഗ വി ആണ്, പിന്നെ മൈനസ് ആണ്. അതാണ് വ്യത്യാസം. മറ്റേതിൽ കോസ് ഒമേഗ വി ആദ്യം വന്നു, പിന്നെ പ്ലസ് സൈൻ ഒമേഗ വി. അപ്പോൾ ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റഗ്രേഷൻ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ എടുത്തെഴുതി. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇ റേസ് ടു 0 1 വരും. സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ മൈനസ് ഒമേഗ വരും അല്ലേ. അപ്പോൾ മൈനസ് ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ അതേ സമയം എന്ത് വരും, ഇവിടെ അപ്പർ ലോവർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയി പോകും. അപ്പോൾ ഇത് നോക്കണ്ട. പ്ലസ് 1/π ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി കൊടുത്ത ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി, ബിക്കാണ് ഇൻഫിനിറ്റി കൊടുക്കുന്നത്. മൈനസ് എ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആയി പോവും. മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ്, ആ മൈനസ് ആണ് ഞാൻ പറയുന്നത്. മൈനസ് ഇ റേസ് ടു 0 1 ആണ്, സൈൻ 0 0 ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഈ ടേമും ക്യാൻസൽ ആയിട്ട് ബി ഓഫ് ഒമേഗ 0 ആയി പോകും. അപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എങ്ങനെ വരും, ബി ഓഫ് ഒമേഗ 0 ആണ്, എ ഓഫ് ഒമേഗയുടെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 1/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2a ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അതാണ് ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, ഇനി നമുക്ക് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആൻഡ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ എന്താണെന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന് ഫോറിയർ റെപ്രസെന്റേഷൻ ഉണ്ട്, ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതേസമയം അതൊരു ഈവൻ ഫംഗ്ഷനുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഓഫ് ഒമേഗ 0 ആയിരിക്കും. അപ്പോൾ ഫോറിയർ ഇന്റഗ്രൽ എന്നുള്ളത് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആകുമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോറിയർ ഇന്റഗ്രലിന്റെ റെപ്രസെന്റേഷൻ എന്താ, ഒരു എ ഓഫ് ഒമേഗയുടെ ടേം ഉണ്ട്, കോസ് ഉണ്ട്, പ്ലസ് ഇന്റഗ്രൽസ് എ ബി ഓഫ് ഒമേഗ ഉണ്ട്, സൈൻ ഒമേഗ ഉണ്ട്. അപ്പൊ അതിൽ ആ ബി ഓഫ് ഒമേഗ 0 ആയി പോയി. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും, ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ ഡി ഒമേഗ മാത്രം വരുള്ളൂ. ബി ഓഫ് ഒമേഗയുടെ ടേം അങ്ങനെ ഇല്ല, കാരണം ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 0 ആണ്. അപ്പൊ എ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്ത് വരും, അതൊരു നമ്മൾ ശ്രദ്ധിക്കണം ഈവൻ ഫംഗ്ഷൻ ആണല്ലേ. ഈവൻ ഫംഗ്ഷൻ ആയ കാരണം അതെന്ത് വരും, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള റിസൾട്ട് ആണ് അല്ലേ. ഇന്റഗ്രൽ മൈനസ് എ ടു എ, അതല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ഈവൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എ ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് എ ഓഫ് ഒമേഗ ഇങ്ങനെ വന്നത്.
അപ്പോൾ സിംപ്ലി ഇത് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ അറിയേണ്ട കാര്യം എന്താണ്? അതിൽ ബി ഓഫ് ഒമേഗ 0 ആയിരിക്കും, അല്ലെങ്കിൽ എ ഓഫ് ഒമേഗയുടെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. എ ഓഫ് ഒമേഗയുടെ എക്സ്പ്രഷനിലെ 2/π ആണ്, വെറും 1/π അല്ല, 2/π ആണ്. ദെൻ ഇന്റഗ്രൽ 0 to infinity f of e cos omega v dv. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം, ഈ ഫംഗ്ഷന്റെ ഫോറിയർ റെപ്രസെന്റേഷൻ ഉണ്ട്, അതൊരു ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് 0 ആയി പോകും? എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് 0 ആയി പോകും. എ ഓഫ് ഒമേഗ 0 ആയി കഴിഞ്ഞാൽ അത് ഫോറിയർ സൈൻ ഇന്റഗ്രൽ ആയി. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to infinity b of omega sin omega x d omega. വേർ b of omega എന്ന് പറഞ്ഞ ഇതേ എക്സ്പ്രഷൻ തന്നെ ഇവിടെ f of e കോസിന്റെ അവിടെ സൈൻ വരുന്നു മാത്രം. 2/π ഇന്റഗ്രൽ 0 to infinity f of e sin omega v dv. d വല്ല dvs. ഓക്കെ, അപ്പൊ ഫോറിയർ കൊസൈനും സൈനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? കൊസൈൻ ആകുമ്പോൾ എ ഓഫ് ഒമേഗയാണ്, അത് ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. കോസിന്റെ ടേം അങ്ങനെ ആലോചിച്ചാൽ മതി, കോസ് ഈവൻ ആണല്ലോ, അപ്പൊ കോസിന്റെ ടേം മാത്രമുണ്ട്. മറ്റേ സൈൻ ഇന്റഗ്രൽ ആണെങ്കിലോ സൈൻ ഓഡ് ആണല്ലേ, അത് ഓഡ് ഫംഗ്ഷൻ ആണ് സൈൻ ഇന്റഗ്രൽ വരുന്നത്. അപ്പൊ സൈൻ ഉള്ള ടേം ആ എക്സ്പ്രഷൻ ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് f of x. f of x equal to sin x if 0 less than x less than pi equal to 0 if x greater than pi. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? സൈൻ എക്സ് ആണ്, 0നും പൈൻ്റെ ഇടയിൽ. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ് കാണേണ്ടത്. അപ്പോൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ കാണണമെങ്കിൽ എന്താ നോക്കേണ്ടത്? ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എ ഓഫ് അതിന്റെ റെപ്രസെന്റേഷൻ ഇതാണ്, ഇന്റഗ്രൽ 0 to infinity എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പൊ നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടിയാൽ മതി. എ ഓഫ് ഒമേഗ എന്താ സംഭവം? 2/π ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് വി കോസ് ഒമേഗ വി ഡി വി ആണ്. അപ്പോൾ എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എക്സ് സൈൻ വി വിത്തിൻ ദ ലിമിറ്റ് 0 to π. അപ്പോൾ 2/π ഇന്റഗ്രൽ 0 to π സൈൻ വി കോസ് ഒമേഗ വി. എ എന്ന് പറഞ്ഞാൽ വിയും ബി എന്ന് പറഞ്ഞാൽ ഒമേഗ വിയും ആണ്. സൈൻ എ കോസ് ബി, 2 സൈൻ എ കോസ് ബി എന്താണ്? സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അത് എഴുതി കഴിഞ്ഞാൽ സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി പ്ലസ് സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു വി ഡി വി. ഇവിടെ വിയുടെ ടേംസ് പുറത്തേക്ക് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വി കൊണ്ടാണല്ലോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി എന്ന് എഴുതിയത്. അതേപോലെ 1 മൈനസ് ഒമേഗ ഇൻറ്റു വി എന്ന് എഴുതിയത് നമുക്ക് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്റഗ്രൽ സൈൻ മൈനസ് കോസ് ആണ്, മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി. വിയുടെ കോഎഫിഷ്യന്റ് 1 പ്ലസ് ഒമേഗ താഴോട്ട് എഴുതി. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു വി. വിയുടെ കോഎഫിഷ്യന്റ് 1 മൈനസ് ഒമേഗ താഴോട്ട് എഴുതി. പെട്ടെന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ വി പ്ലസ് ഒമേഗ വി എന്ന് എഴുതാം, വി മൈനസ് ഒമേഗ വി എന്ന് എഴുതാം, ഒക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. വിക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്. വിത്ത് റെസ്പെക്ട് എന്തുകൊണ്ടാണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ വാല്യൂവിനാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ -1 എന്നുള്ളത് മൈനസ് സൈൻ ഇവിടെ കോമൺ ആണ്, അത് ഞാൻ ഔട്ട് സൈഡ് എടുത്തു. -1/π ആയി. Then cos 1 plus omega into pi by 1 plus omega plus cos 1 minus omega into pi by 1 minus omega. ഇവിടെ എങ്ങനെയാ പ്ലസ് വന്നേ? നമ്മളിവിടെ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെയും പ്ലസ് വന്നു, ഇവിടെയും പ്ലസ് വന്നു. അതാണ് ഇവിടെ പ്ലസ് വരാൻ കാരണം. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. മൈനസ് കോസ് 0/1 plus omega മൈനസ് കോസ് 0/1 minus omega. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ മൈനസ് 1/1 plus omega മൈനസ് 1/1 minus omega എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് പൈ പ്ലസ് ഒമേഗ പൈ എന്നല്ല ഇത് വരിക. കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. കോസ് പൈ പ്ലസ് തീറ്റ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റ എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് കോസ് ഒമേഗ പൈ വന്നത്. അതുപോലെ കോസ് പൈ മൈനസ് ഒമേഗ പൈ എന്ന് പറഞ്ഞാലും അതും മൈനസ് കോസ് ഒമേഗ പൈ തന്നെയാണ്. അതൊരു ട്രിഗ്നോമെട്രിക് റിസൾട്ട് ആണ്. കോസ് 180 പ്ലസ് തീറ്റ മൈനസ് കോസ് തീറ്റ, ആ എക്സ്പ്രഷൻ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെയും അപ്ലൈ ചെയ്തത്. ഇവിടെ മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ, ഇവിടെയും മൈനസ് കോസ് ഒമേഗ പൈ. 180 മൈനസ് വന്നാലും 180 പ്ലസ് വന്നാലും മൈനസ് കോസ് ഒമേഗ പൈ മൈനസ് കോസ് തീറ്റയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ടേമിൽ നിന്ന് മൈനസ് കോസ് ഒമേഗ പൈ പുറത്തേക്ക് എടുത്തു. ഈ മൈനസും ഞാൻ അവിടെ പ്ലസ് ആയി. എന്നിട്ട് LCM അപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ, ഇവിടുത്തെ മൈനസും ഔട്ട് സൈഡ് എടുത്തു. അത് ഈ മൈനസ് ആയിട്ട് നോക്കുമ്പോൾ പ്ലസ് ആയി. എല്ലാ ടേമിലും മൈനസ് ഉണ്ട്, അതൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1/π കോസ് ഒമേഗ പൈ 1 മൈനസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ ഡിവൈഡഡ് ബൈ
ഇത് a plus b into a minus b, which is equal to a square minus b square, that is 1 minus omega square. ഈ ടേമിലും അതുപോലെ LCM എടുത്തു, മൈനസ് ഓൾറെഡി നമുക്ക് പോയതാണ്, പുറത്തോട്ട് പോയതാണ്. അപ്പോൾ 1 minus omega plus 1 plus omega divided by 1 minus omega square. അപ്പോൾ ഇതിലെന്ത് വരും? ഇതിൽ പ്ലസ് ഒമേഗയും ക്യാൻസൽ ആവും. 1 plus 1 2 cos omega pi by 1 minus omega square പ്ലസ് ഇവിടെ ഒമേഗയും ക്യാൻസൽ ആവും. 1 plus 1 2 by 1 minus omega square വരും. 2 കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്തപ്പോൾ 2 by pi integral 1 plus cos omega pi by 1 minus omega square ആയി. Then Fourier cosine integral representation എന്ന് പറഞ്ഞാൽ f of x which is equal to 2 by pi integral 0 to infinity ഈ ടേം a of omega അതേപോലെ എടുത്ത് എഴുതി into cos omega x d omega. ഓക്കെ, അതാണ് Fourier cosine integral representation. ഓക്കെ, നെക്സ്റ്റ് find the Fourier sine integral representation of f of x. Cosine അല്ല, sine integral ആണ്. f of x എന്ന് പറഞ്ഞാൽ e raised to x if 0 less than x less than 1 equal to 0 if x greater than 1. സൈൻ ഇന്റഗ്രൽ ആണ്. സൈൻ ഇന്റഗ്രൽ ആകുമ്പോൾ എന്താണ്? ബി ഓഫ് ഒമേഗയേ ഉള്ളൂ, എ ഓഫ് ഒമേഗ 0 ആണ്. അപ്പോൾ ബി ഓഫ് ഒമേഗയുടെ എക്സ്പ്രഷൻ എഴുതി. ഇന്റഗ്രൽ 0 to infinity ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ് സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അപ്പോൾ ബി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞിട്ട് വരും 2 by pi ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് ഇ സൈൻ ഒമേഗ വി ഡി വി വരും. എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്? 0 to 1 ആണ്, 0 to infinity ഇല്ല. 0 to 1 ഫംഗ്ഷന്റെ വാല്യൂ ഇ റേസ് ടു വി ആണ്. ഇനി ഇതിനെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ ബി എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ബി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ വിയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് ഇവിടെ എന്താണ്? എ 1 ആണ്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ വിയുടെ കോഎഫിഷ്യന്റ് ഒമേഗ, ബി ഒമേഗയാണ്. അത് വെച്ചിട്ട് ഈ ഇന്റഗ്രേഷന് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഇ റേസ് ടു ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഇസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ വി മൈനസ് ഒമേഗ കോസ് ഒമേഗ വി വിതിൻ ദ ലിമിറ്റ് 0 to 1, 0 to 1. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 1 സൈൻ 0 0 കോസ് 0 1. 1 by 1 plus omega square 0 minus omega വരും. ഇനി നമുക്ക് 1 by 1 plus omega square കോമൺ ആണ്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് എഴുതിയ ഒമേഗ മൈനസ് ഈ ഒമേഗ ഞാനിവിടെ മൈനസും ചേർന്ന് പ്ലസ് ആവും. അപ്പോൾ ഒമേഗ മൈനസ് ഇ ഇൻറ്റു ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ മൈനസ് ഇ ഇൻറ്റു അപ്പോൾ ഇത് പ്ലസ് ആവും. ഒമേഗ കോസ് ഒമേഗ മൈനസ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ Fourier സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2 by pi ഇന്റഗ്രൽ 0 മൈനസ് ഇല്ല പ്ലസ് ആണ് 2 by pi ഇന്റഗ്രൽ 0 to infinity ബി ഓഫ് ഒമേഗ. ഈ എക്സ്പ്രഷൻ അതേപോലെ എടുത്തെഴുതി ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിംഗ് ദ Fourier integral representation show that integral 0 to infinity omega sin x omega divided by 1 plus omega square d omega equal to pi by 2 e raised to minus x where x greater than 0. ഇവിടെ സൈൻ ഇന്റഗ്രൽ ആണോ കൊസൈൻ ഇന്റഗ്രൽ ആണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം കാണാം, LHS ശ്രദ്ധിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ LHSൽ ഒരു സൈൻ ഒമേഗ എക്സ് കിടക്കുന്നുണ്ട്. സൈൻ ഒമേഗ എക്സ് ബാക്കിയെല്ലാം കറക്റ്റ് ആണ്, ഡി ഒമേഗയാണ്. അപ്പൊ സൈൻ ഒമേഗ എക്സ് വരുന്നത് ഏതിനാണ്? Fourier കൊസൈനാണോ Fourier സൈനാണോ? Fourier സൈനാണ് സൈൻ ടേം ഉള്ളത് അല്ലേ? അപ്പൊ ഇതൊരു Fourier സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ഈ RHSൽ കിടക്കുന്ന പൈ ബൈ 2 e raised to minus x ആയിരിക്കും, where x greater than 0. അപ്പോൾ എഫ് ഓഫ് എക്സ് കിട്ടി. നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി കഴിഞ്ഞാൽ ഇതിന്റെ Fourier സൈൻ ഇന്റഗ്രൽ കാണുക, ഈ ഫംഗ്ഷന്റെ Fourier സൈൻ ഇന്റഗ്രൽ കാണുക. അതായത് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 2 by pi ഇന്റഗ്രൽ 0 to infinity എഫ് ഓഫ് വി സൈൻ ഒമേഗ വി ഡി വി. എഫ് ഓഫ് വി എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 e raised to minus v സൈൻ ഒമേഗ വി ഡി വി ആണ്. 2 ക്യാൻസൽ ആയി, പൈ ക്യാൻസൽ ആയി. അപ്പോൾ ഇത് നമ്മുടെ എക്സ്പ്രഷൻ ആയില്ലേ, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്ന ഇന്റഗ്രൽ ഇ റേസ് ടു ax y bx നമുക്കറിയാം. ആ എക്സ്പ്രഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. a -1 ആണ്, b ഒമേഗയാണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് വി ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് സൈൻ ഒമേഗ വി. a -1 ആയ കാരണമാണ് മൈനസ് വന്നത്. മൈനസ് ഒമേഗ കോസ് ഒമേഗ വി.
ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. e raised to minus infinity 0 ആണ്. അപ്പോൾ ഇത് മൊത്തം 0 ആയി പോകും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് e raised to 0 1 ആണ്. ആ മൈനസും ഇതിലെ മൈനസും പ്ലസ് ആവും. Then sin 0 0 cos 0 1, that is omega into 1 omega, that is omega by 1 plus omega square കിട്ടും. അപ്പോൾ f of ഇതിന്റെ ഫോറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്താ? b of omega into sin omega x, that is 0 to infinity omega by 1 plus omega square sin omega x d omega a. f of x എന്താണ്? pi by 2 raised to minus 6. അപ്പോൾ LHS equal to RHS ആയില്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത്, റിസൾട്ട് കിട്ടിയത്. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, next question. Using the Fourier integral representation, show that integral 0 to infinity sin omega cos omega x by omega d omega equal to pi by 2 where 0 less than or equal to x less than or equal to 1. ഇവിടെ ശ്രദ്ധിക്കുക, ഇതുപോലെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ? സൈൻ ആണോ കൊസൈൻ ആണോ എന്ന് അറിയില്ല. ഇവിടെ സൈൻ ഒമേഗ മാത്രമേ ഉള്ളൂ, ഇവിടെ കോസ് ഒമേഗ എക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണെന്ന് അറിയാം. എഫ് ഓഫ് എക്സ് പൈ ബൈ 2 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫോറിയർ കൊസൈൻ ആകുമ്പോൾ എ ഓഫ് ഒമേഗ കണ്ടാൽ മതി. അപ്പോൾ എ ഓഫ് ഒമേഗ 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വി കോസ് ഒമേഗ വി ആണ്. 0 ടു ഇൻഫിനിറ്റി എന്നുള്ളത് എങ്ങോട്ടാവും? 0 ടു 1 ആവും. എഫ് ഓഫ് വി എന്ന് പറയുന്നത് പൈ ബൈ 2 ആവും. പൈ ബൈ 2ലെ 2 ബൈ പൈയും മൾട്ടിപ്ലൈ ചെയ്ത് 1 ആവും. ഇന്റഗ്രൽ കോസ് സൈൻ ആണ്, സൈൻ ഒമേഗ വി ബൈ ഒമേഗ വിത്തിൻ ദ ലിമിറ്റ് 0 ടു 1. അപ്പർ ലിമിറ്റ് തൊട്ട് സൈൻ ഒമേഗ, ലോവർ ലിമിറ്റ് സൈൻ 0 0, സൈൻ ഒമേഗ ബൈ ഒമേഗ വരും. അപ്പോൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ എ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ തന്നിരിക്കുന്ന ആൻസർ ക്വസ്റ്റ്യൻ തന്നെ വന്നില്ലേ? LHS ഈക്വൽ ടു RHS. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ആദ്യം ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ 2-3 പ്രോബ്ലം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോറിയർ കൊസൈൻ്റെ ചെയ്തു, ദെൻ സൈൻ ഇന്റഗ്രൽ, പിന്നെ 2 പ്രൂഫിന്റെ പ്രോബ്ലം കൂടി ചെയ്തു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.